അനാസ്ഥ തന്നെയാണ്. കാരണം അവർക്ക് സ്ഥിരം കാണുന്ന പട്ടി കടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിക്കോ, വാക്സിൻ ഒലിച്ച് പോകുന്നത് കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള എടുത്തിട്ടുണ്ട്, ബാക്കി മരുന്ന് പുറത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ പറയുന്നു സ്റ്റിച്ച് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ സ്റ്റിച്ച് ഇടാമെന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ ആ ഡോക്ടർ പറയുന്നു ഒരിക്കലും സ്റ്റിച്ച് ഇടാൻ പാടില്ല. അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, അത്രയും ദിവസം കുഴപ്പമില്ല. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിങ്ങനെ മരിച്ചെന്ന് പറയുമ്പോൾ. കൊല്ലം കുന്നിക്കോട് തെരുവുനായയുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് മരിച്ച നിയ ഫൈസലിൻ്റെ ഉമ്മ ഹാബിറയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഈ ഉമ്മ പറയുന്നത്, അതായത് പുനലൂർ ആശുപത്രിയുടെ ഭാഗത്ത് വാക്സിൻ എടുക്കുമ്പോൾ വീഴ്ച സംഭവിച്ചു എന്ന് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ പുനലൂർ ആശുപത്രി നൽകിയ റിപ്പോർട്ടിൽ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ എന്താണ് പറയാനുള്ളത്? അത് അമ്മ കണ്ടതാണ്. ഞാൻ കണ്ടത് തന്നെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വാക്സിൻ എടുക്കുമ്പോൾ ആ വാക്സിൻ ആ മുറിവിൽ കൂടെ മരുന്ന് പോകുന്നത് ഞാൻ കണ്ടതാണ്. ബാക്കി മരുന്ന് ആ മുറിവിൻ്റെ പുറത്തൊഴിക്കുകയാണ് ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ വെയിറ്റും ആ മരുന്നും ആ കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ആ വെയിറ്റിനനുസരിച്ചുള്ള മരുന്നാണ് ലോഡ് ചെയ്യുന്നത്. ആ മരുന്ന് ഫുള്ളും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെല്ലേണ്ടതാണ്. എൻ്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പല ഡോക്ടേഴ്സും എന്നെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ബാക്കി മരുന്ന് എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കുത്തി വെച്ചിട്ടില്ല. അതെന്താ അവരങ്ങനെ ചെയ്യാഞ്ഞത്? ഇപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് ഞങ്ങൾ വിദഗ്ധരായിട്ടുള്ളവരാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന്. എന്ത് വിദഗ്ധർ? കൊണ്ട് കാണിച്ച ആളല്ല ഇഞ്ചക്ഷൻ എടുത്തത്. അവിടെ എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക് അവിടെ ഇല്ലായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യം. എന്തുകൊണ്ട്? അവിടെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ. ഒരാൾക്ക് വന്ന് എന്തായിരുന്നു എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്താൽ അല്ല, വേറൊരു ലേഡിയാണ് വന്നെടുത്തത്. അതിന് നേഴ്സാണോ ഡോക്ടറാണോ നമുക്കറിയത്തില്ല. ഇപ്പോൾ ജീവനക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണോ ആശുപത്രിക്കാർ കൊടുത്തതെന്നാണ്? അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. ഒരു തുള്ളി വാക്സിൻ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ബ്ലഡിൽ എൻ്റെ കുഞ്ഞിൻ്റെ വാക്സിൻ്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഫുൾ മരുന്ന് ചെന്നെന്നുള്ള റിപ്പോർട്ട് തരാൻ പറ്റുമോ അവർക്ക്? ബാക്കി ഞാൻ എടുത്തു ചോദിച്ചു, ഈ മരുന്ന് ഈ വാക്സിൻ ഒലിച്ച് പോകുന്നത് കണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള എടുത്തിട്ടുണ്ട്, ബാക്കി മരുന്ന് പുറത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെല്ലേണ്ട മരുന്നല്ലേ? ഇല്ലിപ്പം കുറച്ച് നാളും കൂടെ എങ്കിലും അവൾ എൻ്റെ കൂടെ ഇരിക്കത്തില്ലായിരുന്നു. 1 മാസം തികച്ചില്ല എൻ്റെ കുഞ്ഞ്. 1 മാസം തികഞ്ഞില്ല എൻ്റെ കുഞ്ഞ്. ഇപ്പോഴും ഞാൻ വേദനിക്കുന്നുണ്ട് അത്രത്തോളം. കാരണം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല, അത്രയും ദിവസം കുഴപ്പമില്ല. പെട്ടെന്ന് എൻ്റെ കുഞ്ഞിങ്ങനെ മരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ആരെടുത്താ പോയി ചോദിക്കണ്ടേ? ഇവരാരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചോ എന്താ സംഭവം എന്ന് ചോദിച്ചോ? അവരെ റിപ്പോർട്ട് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്, അവരെ സേഫ്റ്റി നോക്കുകയാണ്. ഇവരാരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചോ? ഈ സർക്കാർ തരത്തിലുള്ള ഒരു മനുഷ്യനും വന്നിട്ട്. മന്ത്രി അന്ന് പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്ന്. പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. അതെ, കാരണം ആരോഗ്യ വകുപ്പിൽ നിന്ന് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് ക്ലിയർ ആണെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടത് പിന്നെന്താ? എന്തായാലും ഞാനാണ് എൻ്റെ കുഞ്ഞിനെ അവിടെ കൂടെ നിന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ മുറിവ് ക്ലീൻ ചെയ്തില്ല. അത്രയും വിദഗ്ധനായെന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഇരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ള സർജനാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിൻ്റെ മുറിവിനകത്ത് സ്റ്റിച്ച് ഇടാമെന്ന്. മെഡിസിറ്റി കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ പറയുന്നത് ഒരിക്കലും സ്റ്റിച്ച് ഇടാൻ പാടില്ല എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നില്ല, ആരാ വിശ്വസിക്കേണ്ടത്? അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുറിവിൽ സ്റ്റിച്ച് ഇട്ടിരുന്നെങ്കിലോ? അപ്പം അത്രയും കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കാശെറിഞ്ഞ് പദവി വാങ്ങിച്ചവരാണ് ഇരിക്കുന്നത്. ഒരാൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ പറയുന്നു 2 ദിവസം കഴിഞ്ഞ് വന്നാൽ സ്റ്റിച്ച് ഇടാമെന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ ആ ഡോക്ടർ പറയുന്നു ഒരിക്കലും സ്റ്റിച്ച് ഇടാൻ പാടില്ല. അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്നു ആ മുറിവ് സ്റ്റിച്ച് ഇടാൻ പാടില്ല എന്ന്. ഈ മകളുടെ വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശം നൽകിയിട്ടുണ്ടല്ലേ ആശുപത്രി? അതെന്തായിരുന്നു? ഇന്ന് 10-20 ദിവസമായി കൊടുത്തിട്ട് ഇതുവരെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല നമുക്ക്. ഇന്നും ഞാൻ അന്വേഷിച്ചു, പോസ്റ്റ് ഓഫീസിൽ ഇന്നും ഞാൻ അന്വേഷിച്ചു, ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. പത്തനാപുരത്ത് പഞ്ചായത്ത് മെമ്പർ ഒരു പുള്ളി ഇതുപോലെ സ്വന്തം റിസ്ക് ഇതിൽ അയച്ചു, വിവരാവകാശത്തിന് അയച്ചു, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് വന്ന റിപ്പോർട്ടിനകത്ത് ആരോഗ്യ വകുപ്പിൽ ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന്. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല.
അപ്പം ഈ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ഇല്ലാത്ത വിവരമില്ലാത്ത സാധനമാണോ എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്ത് കുത്തിവെച്ചത്? എന്തായാലും ആശുപത്രിക്കാർ ആ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടാണ് നൽകിയത്. അത് തന്നെ നടന്നത്. എനിക്കാ നഷ്ടപ്പെട്ടത്. അനാസ്ഥ തന്നെയാണ്. കാരണം അവർക്ക് സ്ഥിരം കാണുന്ന പട്ടി കടിച്ച് കൊണ്ടുവന്ന് ഇരുത്തിക്കോ. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ കുഞ്ഞിന് 40. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞ് ഇത്രയും ദിവസമായി. എന്നിട്ട് ഇവിടെ ഈ മക്കൾ സഹോദരങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തെരുവുനായ്ക്കൾ വീണ്ടും അവർ സ്കൂളിൽ ചെന്ന് നോക്കണം, ആ ഗ്രൗണ്ട് നിറച്ച് പട്ടികളാണ്. എന്തായാലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ റിപ്പോർട്ട് അത് തെറ്റാണെന്നാണ് ഇപ്പോൾ ഈ മാതാവ് പറയുന്നത്. ജീവനക്കാരെ സംരക്ഷിക്കാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആരോഗ്യമന്ത്രിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി നൽകിയതെന്നും പറയുന്നുണ്ട്. വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ ഇവരാരും എൻ്റെ മുന്നിൽ വരുന്നില്ലല്ലോ. ശരി, ഒരു ഭാഗത്തൊരു തെറ്റ് പറ്റി, അപ്പം നമ്മൾ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ വാദിയും പ്രതിയും ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകിയില്ല? DGP മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയില്ല? ഈ വിവരാവകാശം കിട്ടിയെങ്കിൽ മാത്രമല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ആ വിവരാവകാശം തരുന്നില്ലല്ലോ. കാരണം ഞാൻ കണ്ട് എന്ന് പറയുമ്പോൾ അവർ കുത്തിവെച്ചു എന്നുള്ള പ്രൂഫും കൊണ്ടിരിക്കുമല്ലേ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആശുപത്രി മന്ത്രിക്ക് സമർപ്പിച്ചതെന്നാണ് ഈ അമ്മ പറയുന്നത്. തൻ്റെ മകൾക്ക് മരണം സംഭവിക്കുന്നതിൻ്റെ കാരണം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ അനാസ്ഥ തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഈ മാതാവ്. തൻ്റെ മടിയിലിരുന്ന കുഞ്ഞിന് വാക്സിൻ നൽകിയപ്പോൾ മരുന്ന് 90% പുറത്തു പോയെന്നും ഈ മാതാവ് അന്നു മുതൽ തന്നെ ആവർത്തിക്കുന്നു. പക്ഷേ അതിൽ ഒരു അന്വേഷണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതിനൊരു തുടരന്വേഷണം വേണമെന്നും ഈ മാതാവ് ആവശ്യപ്പെടുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് S. അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.